ഹായ് ഓൾ, ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ജിയയാണ്. ജിയ ഇപ്പോൾ കറൻ്റ്ലി ജർമ്മൻ സ്റ്റുഡൻറ്റ് വിസ അപ്രൂവലായി വന്നിരിക്കുന്ന ഒരു ക്ലയൻ്റാണ് നമ്മുടെ. സോ ഇന്നത്തെ വീഡിയോ ജിയേൻ്റെ ഓവറോൾ എക്സ്പീരിയൻസ് ആയിരിക്കും ഷെയർ ചെയ്യുന്നത്, പിങ്ങി ത്രൂ ഉള്ള ഒരു ഓവറോൾ എക്സ്പീരിയൻസ്. സോ ഹായ് ജിയ, വെൽക്കം ടു ടുഡേ സെഷൻ. അപ്പോൾ നമ്മുടെ ക്ലയൻസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഓഡിയൻസിന് വേണ്ടിയിട്ട് ഒരു സെൽഫ് ഇൻട്രഡക്ഷൻ കൊടുക്കാമോ? ഓക്കെ, എൻ്റെ പേര് ജിയ. ഇവിടെ ഇരിഞ്ഞാലോടെ നിന്നാണ് വരുന്നത്. ഞാൻ ഇപ്പോൾ മാസ്റ്റേഴ്സ് കഴിഞ്ഞു, ജിയോളജി ആയിരുന്നു. അത് കഴിഞ്ഞ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് നാൾ. സ്റ്റിൽ വർക്കിംഗ് ആയിരുന്നു ഇപ്പോൾ കുറച്ചായിട്ടുള്ള റിസൈൻ ചെയ്തിട്ട്. അബ്രോഡ് സ്റ്റഡീസ് എന്ന് പറഞ്ഞൊരു പ്ലാൻ വന്നിരുന്നല്ലോ, അപ്പോൾ എങ്ങനെയാണ് പിങ്ങിനെ കുറിച്ച് അറിഞ്ഞത്? ഞാൻ കുറച്ച് നാളെ വിചാരിക്കുന്നു അങ്ങനെ അബ്രോഡ് പോകണം എന്നുള്ളൊരു സംഭവം. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഗൂഗിളൊക്കെ ചെയ്തൊന്ന് നോക്കി. പിന്നെ കുറച്ച് 2-3 ഫ്രണ്ട്സിനോട് ചോദിച്ചു. അപ്പോൾ എൻ്റെ വീട് കണ്ടിട്ടേണ്ടിയാണല്ലോ, അപ്പോൾ അടുത്താണ്. പിന്നെ ഞാൻ കോണ്ടാക്ട് ചെയ്ത് നോക്കി. കോണ്ടാക്ട് ചെയ്തപ്പോൾ എനിക്ക് സർവീസ് അത്യാവശ്യം കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ തോന്നി. എന്നാലും ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നെങ്കിലും പിന്നെ പ്രൊസീഡ് ചെയ്യാന്നുള്ളൊരു ഇതിൽ ഇവരോട് തന്നെ കോണ്ടാക്ട്, ആരെങ്കിലും മുന്നേ പോയത് കോണ്ടാക്ട് ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഒന്ന് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നിട്ട് ആൾ കോണ്ടാക്ട് ചെയ്ത് നോക്കി. അപ്പോൾ ആളുടെ ആയിട്ട് നല്ലൊരു റിവ്യൂ ആയിരുന്നു. അപ്പോൾ പിന്നെ എന്തെങ്കിലും ചെയ്യാന്നുള്ളൊരു ട്രൈ ചെയ്ത് നോക്കാന്നുള്ള രീതിയിൽ. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് കുറേ പേര് ജർമ്മനിയിൽ തന്നെ ഉണ്ട്. അപ്പോൾ അവരോടും കൂടി കാര്യങ്ങളൊക്കെ ചോദിച്ച് വലിയ കുഴപ്പമില്ലാത്തൊരു കൺട്രി ആയിരുന്നു. അപ്പോൾ പിന്നെ അത് ചൂസ് ചെയ്യാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ എപ്പോഴത്തേക്കായിരുന്നു ആപ്ലിക്കേഷൻ പ്രൊസീജിയേഴ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തത് പിങ്ങി ത്രൂ? ഓക്കെ, ഞാൻ ജൂലൈയിലാണ് കോണ്ടാക്ട് ചെയ്തത്. അപ്പോൾ കോണ്ടാക്ട് ചെയ്തപ്പോൾ ഒരു IELTS കാര്യം പറഞ്ഞു, APS എടുക്കണം, അങ്ങനത്തെ കുറച്ച് ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഞാൻ APSന് വെച്ചു. ഒരു ഓഗസ്റ്റ് 5th തോന്നുന്നു APS വെച്ചു. അത് കറക്റ്റ് 1 monthനുള്ളിൽ തന്നെ APS എനിക്ക് കിട്ടിയിരുന്നു. അത് കഴിഞ്ഞ് ആ ഒരു ഗ്യാപ്പിൽ ഞാൻ IELTS എടുത്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് അപ്ലിക്കേഷൻ പ്രൊസീജിയേഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ IELTS ഒരു സെപ്റ്റംബർ ഒക്ടോബർ ആ ടൈമിൽ അപ്ലിക്കേഷൻ കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ സ്കോർ വെച്ച് പിന്നെ അപ്ലൈ ചെയ്യാൻ തുടങ്ങി. ഞാൻ കോഴ്സ് ജിയോളജിയൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ എനിക്ക് കുറച്ച് കോഴ്സുകൾ സജസ്റ്റ് ചെയ്തു. പിന്നെ എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ കുറച്ച് നോക്കി. അപ്പോൾ ഞാൻ 2 കോഴ്സുകളാണ് മെയിനായിട്ട് പ്രിഫർ ചെയ്തിട്ടുണ്ടായിരുന്നത്, ജിയോളജി റിലേറ്റഡ് തന്നെ ആയിട്ടുള്ളത്. പിന്നെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു. ഒരു 5-6 യൂണിവേഴ്സിറ്റി കണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പബ്ലിക് മാത്രമേ ഞാൻ നോക്കുന്നുണ്ടായിരുന്നുള്ളൂ, പ്രൈവറ്റ് നോക്കുന്നുണ്ടായിരുന്നില്ല. മെയിനായിട്ട് പബ്ലിക്കാണ് നോക്കുന്നുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഒരു എനിക്ക് ജാനുവരിയിൽ തന്നെ, ജാനുവരിക്ക് ആയപ്പോഴേക്കും അങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞ് ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഓഫർ ലെറ്റർ വന്നു. പിന്നെ അത് തന്നെയായിട്ട് പ്രൊസീജർ ചെയ്യാന്നുള്ളൊരു മൈൻഡിൽ പിന്നെ ബാക്കി പ്രോസസ്സ് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ ഒരു ഫെബ്രുവരി ഒക്കെ ആയപ്പോഴേക്കും വിസയുടെ കാര്യങ്ങൾക്ക് അതൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ബ്ലോക്ക് എമൗണ്ട് കാര്യങ്ങളൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞ് ഒരു ഫെബ്രുവരി 28 ഞാൻ വിസയ്ക്ക് വെച്ചു. വിത്തിൻ 1 വീക്ക് തന്നെ വിസ കിട്ടി. VFSലെ ഡേറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിരുന്നോ, അല്ലെ ഡിലേ കാര്യങ്ങളുണ്ടായിരുന്നോ? അതേപോലെ തന്നെ ഓവറോൾ ഡോക്യുമെൻറ്റേഷൻ വർക്കൊക്കെ എങ്ങനെയായിരുന്നു? VFSലേക്ക് അവർ ഇവിടെ നിന്ന് തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏത് മന്ത് ഏകദേശം വേണ്ടതെന്ന്. അപ്പോൾ ഞാൻ ഫെബ്രുവരി തന്നെ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ബാംഗ്ലൂരാണ് കിട്ടിയത്. കൊച്ചി ഞാൻ പ്രിഫർ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അതില്ലാത്ത അത് മാർച്ചിലൊക്കെ ആയിരുന്നുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും പിന്നെ ബാംഗ്ലൂർ ചൂസ് ചെയ്ത് അത്ര ടൈം എടുത്തിട്ടുണ്ടായില്ല, കാരണം നമുക്ക് ബ്ലോക്ക് എമൗണ്ടൊക്കെ റെഡി ആക്കണമല്ലോ. അത് കാരണം അങ്ങനെ ഭയങ്കരമായിട്ട് ടൈം അതൊന്നും തോന്നിയില്ല. അപ്പോൾ വിസ ഡോക്യുമെൻറ്റേഷൻ വർക്കിനൊക്കെ എങ്ങനെയായിരുന്നു കംപ്ലീറ്റ്? അതൊക്കെ ഇവിടെ നിന്ന് ഫുൾ അസിസ്റ്റൻസ് കാര്യങ്ങളുണ്ടായിരുന്നു. എൻ്റെ എല്ലാ കോപ്പീസും കറക്റ്റ് 2 കോപ്പിയാണ് എടുത്ത് എല്ലാം കറക്റ്റ് ഓർഡറിൽ സെറ്റ് ചെയ്ത് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. എനിക്കായിട്ട് വേറെ ഒന്നും ചെയ്യേണ്ടി വന്നിട്ടുണ്ടായില്ല. ഡോക്യുമെന്റ് സബ്മിഷൻ ജസ്റ്റ് ബാംഗ്ലൂർ പോവുക, അവിടെ പോയി സംഭവം കൊടുക്കുക, വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഓക്കെ, ഒരു ഓവറോൾ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു ഈ ഒരു എൻ്റെ പ്രോസസ്സിലേക്കുള്ളത്? എനിക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങളെ കോണ്ടാക്ട് ചെയ്ത എല്ലാ കാര്യങ്ങളും എനിക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഫ്രണ്ട്സിനോട് ചോദിക്കുമെങ്കിലും ഫുൾ കറക്റ്റ് ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാ ഡൗട്ട്സും എൻ്റെ ക്ലിയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അത് തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഇത്ര എനിക്കൊന്ന് പെട്ടെന്നായെന്ന് തോന്നണേ, വേഗം കാര്യങ്ങളൊക്കെ റെഡി ചെയ്ത് തന്നെ ഹാപ്പിയാണ്.